തലസ്ഥാനത്ത് കേരള ക്രിക്കറ്റ് ലീഗ് ടീം ക്യാപ്റ്റന്മാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓഫ് ദ ഫീൽഡ് നമ്മളെല്ലാം നല്ല ഫ്രണ്ട്സാണ്, നല്ല ചില്ലാണ്. മുമ്പിൽ ഇരിക്കുമ്പോൾ ആണെങ്കിൽ നമ്മളെല്ലാവരും കോമഡിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഓഫ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളത് മാറും. കാരണം നമ്മൾ ഈ ടൂർണമെൻറ്റിന് സക്സസ് ആവണമെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കണം. അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അതെല്ലാം മറക്കും. നല്ല ഇതായിട്ട് കളിക്കും. ക്രിക്കറ്റിൻ്റെ ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് കളിക്കും. നീ ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനൊന്നും ഇല്ല. അവർ ഫസ്റ്റ് ടൈമാ എല്ലാവരും ഇരുന്ന് ഇവിടെ നിൽക്കുന്നു. ഡെഫിനറ്റ്ലി ആ ഒരു വാശി ഉണ്ടാവും. ബട്ട് എല്ലാ ടീമായിട്ട് കളിക്കുമ്പോഴും നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുന്നുള്ളൂ. എല്ലാ ടീമായിട്ട് കളിക്കുമ്പോൾ ആ വാശിയുണ്ട്. ലൈക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നില്ല. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറിലേക്കാണ് റിസൾട്ട് വരുന്നതാണ് വിശ്വാസം. നാളെ തീർച്ചയായിട്ടും നല്ലൊരു മാച്ചായിരിക്കും ഗ്രൗണ്ടിൽ. ഒന്നുമില്ല. അവരുടെ കോൺഫിഡൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കണം. സോ ദാറ്റ് ലൈക്ക് സഞ്ജു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കോൺഫിഡൻസ് ആ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇവിടുന്ന് നാഷണൽ പോകുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് വേണം. സോ ഇതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറാ. ഒന്ന് അതെ. ക്യാപ്റ്റൻസിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്നുമില്ല. അസർ, ഒരു ചെരിയിലൊക്കെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് ചിരിച്ച് അടിപൊളിയായിരുന്നു അവിടുത്തെ പരിപാടി. പിന്നെ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ സക്സസിൻ്റെ നല്ലൊരു ശതമാനം പങ്കുവഹിച്ചത് നിങ്ങൾ തന്നെയാണ്. മീഡിയ കവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഫാമിലിയിൽ നിന്നൊക്കെ വിളിച്ച് പറയാൻ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഓൺ ദ ഫീൽഡ് നമ്മൾ നന്നായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യുക ചെയ്യും. ബാക്കി എന്താ പറയുക, കഴിഞ്ഞ സീസണിനെക്കാട്ടിലും ബെറ്ററായിട്ട് ഇപ്രാവശ്യം കവർ ചെയ്യുന്ന നമ്മൾ എക്സ്പെക്റ്റും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് എല്ലാ ടീമും വെൽ ബാലൻസ്ഡ് ആണ്. സ്ട്രെങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറച്ചുകൂടെ ബാറ്റിംഗ് സ്റ്റാർസ് കുറച്ചുകൂടെ ഉണ്ട് ഞങ്ങളുടെ ടീമിൽ. ബിക്കോസ് എസ്പെഷ്യലി സൽമാൻ നിസാർ, അജിനാസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓൾറെഡി സീനിയർ ടീമിൽ അത് പറയേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ 2-3 പ്ലേയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലേയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. സോ അതൊരു എക്സ്ട്രാ ആഡഡ് എഡ്ജാണ്. ആൻഡ് ബോളേഴ്സ് ഓൾസോ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ മാച്ചസ്. കഴിഞ്ഞ കൊല്ലത്തെ നമുക്കൊരു 20 മെമ്പേഴ്സ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 18 പ്ലേയേഴ്സ് നമ്മൾ ഈ വർഷം എടുത്തു. അതിൽ 12 പേരും കഴിഞ്ഞ കൊല്ലം നമ്മുടെ ടീമിൽ കളിച്ച ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോണ്ടിങ്, ആ ഒരു ബ്രദർഹുഡ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് ഈ വർഷം വിഷ്ണുവും അഖിൽ MS ആണ് നമ്മുടെ ടീമിൽ വന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പണിംഗ് സ്ലോട്ടിൽ നമുക്ക് അഭിഷേകിന് സപ്പോർട്ടീവായിട്ടൊരു നമ്മൾ 2-3 ഓപ്പണേഴ്സിനെ നമ്മൾ പരീക്ഷിച്ചു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു ഇതല്ല, ഒരു അഭാവം എന്ന് പറയുന്നത് ഓപ്പണിങ്ങും മിഡിൽ ഓർഡറിൽ ഒരു ബാറ്ററായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴും നമുക്ക് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടും ഒരു മിഡിൽ ഓർഡർ സ്ലോട്ടും നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല റൈറ്റ് പ്ലേയേഴ്സിനെ കിട്ടി, വിഷ്ണുവും അഖിൽ MSഉം. അപ്പോൾ നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങും മിഡിൽ ഓർഡറും അവിടെ നമ്മൾ ഫുൾഫിൽ ചെയ്തു. പിന്നെ നമുക്ക് ഒബിയസ്ലി നമ്മുടെ ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റാണ്, നമ്മുടെ ഒരു യങ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റാണ്. ഇവൻ പവനും ഏഡൻ ആപ്പിൾടോം പ്ലസ് ഷർഫുദ്ദീൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇവൻ എഡനെ നമുക്ക് യങ്സ്റ്ററിനെ വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരു 4 ഇയേഴ്സ് മുന്നേ ഡെബ്യൂ ചെയ്ത പ്ലെയറാണ് എഡൻ. സോ ഹീസ് ഓൾസോ സീനിയർ പ്ലെയർ. അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ബാലൻസ് സ്ക്വാഡ് തന്നെയാണ് നമുക്കുള്ളത്. ആൻഡ് വി ഹാവ് ഗുഡ് നല്ല സ്പിന്നേഴ്സ് നമുക്കുണ്ട്. സോ കൊല്ലം സെയിലേഴ്സ് വി ഹാവ് എ ഗുഡ് ബാലൻസ് സ്ക്വാഡ്.
നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ കുറേ പറയാനൊന്നുമില്ല, കൂടുതലും പേരും ഓൾറൗണ്ടേഴ്സാണ്. അത് തന്നെയാണ് ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഫുൾ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്തിട്ടാണ് ഈ വർഷം തൃശ്ശൂർ ടൈറ്റൻസ് ഫുൾ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് ഓപ്ഷനിൽ പോയത്. അപ്പം നമുക്കൊരു 20 പ്ലേയേഴ്സിന് നമ്മൾ എടുത്തു. തൃശ്ശൂർ ടൈറ്റൻസ് മാത്രമാണ് ഈ വർഷം 20 പ്ലേയേഴ്സിനെ എടുത്തത് ഓപ്ഷനിൽ. അപ്പോൾ നല്ല എല്ലാ ബാലൻസ്ഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്തിട്ടുണ്ട്. ബാറ്റേഴ്സ്, ബോളേഴ്സ്, ഓൾറൗണ്ടേഴ്സ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്ത് നല്ലൊരു സ്ട്രോങ് ടീമിന് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരളത്തിൽ 2 ഫാസ്റ്റ് ബോളേഴ്സ്, നിതീഷ് MD, വിനോദ് കുമാർ, ആനന്ദ് ജോസഫ്, 3 ഫാസ്റ്റ് ബോളേഴ്സ് നമുക്കുണ്ട്. നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വരുൺ നയനാർ, ഷോൺ റോജർ, ഇമ്രാൻ അഹമ്മദ്, ഇപ്പോൾ രഞ്ജി ട്രോഫി സെമി ഫൈനൽസ് കളിച്ച ഇവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. അപ്പം ഈ വർഷം നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഇയർ 3 പ്ലേയേഴ്സിനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത്, ഗോവിന്ദ് ഭായ്, സുബിൻ, വിനിൽ. അതുകൂടാതെ നമ്മൾ ടോപ്പ് ഓർഡേഴ്സിൽ ബാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ 23 വളരെ യങ് ആയിട്ടുള്ളൊരു ടോപ്പ് ഓർഡറാണ്. ബട്ട് അവർ 23 അവരുടെ കാറ്റഗറി മാച്ചിലൊക്കെ പ്രൂവ് ചെയ്ത്. റിയ ബഷീർ ആണെങ്കിൽ തന്നെ കേരളത്തിന് വേണ്ടി ഒരു ലാസ്റ്റ് ഇയർ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചവനായിരുന്നു. സോ പ്ലസ് നമുക്ക് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പം ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. പ്ലസ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ബാസിത്ത് ഉണ്ട് ബാറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബോളിംഗ് വരുവാണെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് ബേസിൽ തമ്പി. പ്ലസ് നമുക്ക് നല്ല 2-3 ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ്, പ്ലസ് അജിത്ത് ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ. സോ ഒരു ബാലൻസ് ചെയ്ത് ഒരു ഓൾറൗണ്ടർ ഏതാണ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ഓൾറൗണ്ടേഴ്സ്, ബോളേഴ്സ്, ബാറ്റ്സ്മാൻ ഒരു മിക്സ് ചെയ്തെടുത്തൊരു ടീമാണത്. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് ടീം ക്യാപ്റ്റന്മാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.